ഇന്ന് മൊബൈൽ ഫോൺ നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമാണല്ലേ. അതുകൊണ്ട് തന്നെ പാട്ട് കേട്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മളെല്ലാവരും പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ എഴുതുന്നതായിക്കോട്ടെ, വീട്ടിൽ കറികൾ പാകം ചെയ്യുമ്പോഴായിക്കോട്ടെ, ചെറിയ പാട്ട് നമ്മൾ ഏതെങ്കിലും സൈഡിൽ കേട്ടുകൊണ്ടായിരിക്കും പലരും ചെയ്യുക. ചിലർ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുന്ന സമയത്തോ ഇയർഫോണോ ഇയർപോഡോ എപ്പോഴും യൂസ് ചെയ്യുന്നത് കാണാം. എന്നാൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്തരത്തിൽ പാട്ട് കേൾക്കുന്നത് ഏറെ ദോഷകരമാണ്. അതിനെക്കുറിച്ച് പഠനങ്ങളുണ്ട്. പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ 100% എഫിഷ്യൻസി അതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിനകത്തേക്ക് വരണം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവി, നമ്മുടെ ത്വക്ക്, ഇതെല്ലാം ഒരേപോലെ അതിലേക്ക് സംവേദനക്ഷമത എത്തിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിന് കൃത്യമായ ആ കാര്യങ്ങൾ ഗ്രഹിക്കാനും നമ്മുടെ മനസ്സിന്റെ ഔട്ട്പുട്ട്, നമ്മുടെ എഫിഷ്യൻസി 100% അതിലേക്ക് എത്തിക്കാനും സാധിക്കുള്ളൂ. തുടർച്ചയായി പാട്ട് കേൾക്കുന്നവർക്ക് കോൺസെൻട്രേഷന്റെ പ്രോബ്ലം വരുന്നതും ഓർമ്മക്കുറവ് ഉണ്ടാകുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ വരികയും ചെയ്യുന്നത് മറന്നു പോവുകയും ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഴിയുന്നത്ര പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെവിയിൽ കേട്ടുകൊണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുക. ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യുക.